വീണ്ടും വന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. നമ്മളെല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ വാഴയിലയിൽ പൊതിഞ്ഞ വിഭവങ്ങൾ, അല്ലെങ്കിൽ വാഴയില ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ മീൻ പൊള്ളിച്ചത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാരിനേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ മീനാണ്. ഞങ്ങളുടെ നാട്ടിൽ പിലോപ്പി എന്ന് പറയുന്ന മീനാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് മീനാണ് കിട്ടുന്നത് അത് വെച്ച് ചെയ്യാം. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 350 ഗ്രാം ഉണ്ട്, രണ്ടും കൂടി കൂട്ടിയിട്ട്. പിന്നെ ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീനിലോട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ മീനിനെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. മീനിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഉള്ളിലോട്ടും സൈഡിലോട്ടും എല്ലാം നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത മീനും കൂടെ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ മസാലയെല്ലാം ഞാൻ മീനുമ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് മസാലയെല്ലാം നന്നായിട്ട് മീനുമ പിടിക്കുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുത്ത് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂർ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് വെച്ചാലും നല്ലതാട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനിതൊന്ന് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ വെച്ച് കൊടുക്കാം. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 വേവ് ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് മീൻ 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ മീൻ രണ്ടും ഞാനൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇതിനകത്തോട് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാനൊരു 6 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തതിൽ ബാലൻസ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്തിട്ട് മസാല റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ബാലൻസ് കാര്യങ്ങൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരുന്ന ആ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴന്നിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ഉള്ളിയൊക്കെ ആയിട്ട് നല്ല മിക്സായിട്ട് വരണം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടൊന്ന് തക്കാളി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് ഉള്ളിയായിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിത് മീനൊന്ന് പൊതിഞ്ഞിട്ട് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി മീൻ മസാലയിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഈ ഒരു വാഴയിലയും കൂടെ പൊതിഞ്ഞെടുത്തിട്ട് വേണം പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ വാഴയില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വാഴയില എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള ഇലയാണ്. ഈ ചെറിയ വാഴയില വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മീൻ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ചെറിയ വാഴയിലയുടെ മീതയിലോട്ട് കുറച്ച് മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ മീൻ ഫുൾ കവർ ചെയ്ത് വരണം. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലോട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. വീണ്ടും മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല വെച്ചിട്ട് ഫുൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലിലോട്ടും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മടക്കിയിട്ട് വാഴനാര് വെച്ച് കെട്ടിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഇത് ഇല പൊട്ടി പോവാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വാഴനാര് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻ വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ മീനും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ 2 മീനും മസാലയിൽ കവർ ചെയ്തിട്ട് വാഴയിലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി അടപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വാടി ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഇല ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെയൊക്കെ ആയിട്ട് വരും. അപ്പോഴാണ് ഇത് നന്നായിട്ട് ആയിട്ടുണ്ടാവുക. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊള്ളിക്കാൻ വെച്ച മീൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇലയൊക്കെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നു. നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ഈ സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ സൈഡും നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം മീൻ പൊള്ളിച്ചത് രണ്ടും ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം മീൻ പൊള്ളിച്ചത് ഞാനിവിടെ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിരുന്ന നാര് അഴിച്ചു കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ട് എല്ലാ മസാലയൊക്കെ മീനുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇലയുടെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റും ഒക്കെ മീനുമ്പോൾ നന്നായിട്ട് ഇപ്പോൾ പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ഇത് റെഡിയാക്കി എടുത്തതെന്ന്. കുറച്ച് സമയം എടുക്കും മീൻ ഫ്രൈ ചെയ്യണം, പിന്നെ മസാല ഉണ്ടാക്കണം, പിന്നെ അത് കവർ ചെയ്തിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി സമയം എടുക്കുന്ന പ്രൊസീജിയർ ആണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.